ഹലോ കൂട്ടുകാരെ, മാഗ്നമെന്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. SSC സിലബസ് വെച്ച് എഴുതാൻ പറ്റുന്ന കറൻസി നോട്ട് പ്രസ്, അതായത് നമ്മുടെ SPMCIL എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ജൂനിയർ അസോസിയേറ്റിന്റെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെയുള്ള സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ്, അതായത് SSC സിലബസിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ബാക്കി SSC സിലബസ് പഠിക്കുന്ന ഒരാൾക്ക് എഴുതാൻ പറ്റുന്ന ബാക്കി എക്സാംസ് ഏതൊക്കെയാണ്? അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നത് SSCയുടെ CGL, CHSL, MTS, CPO അങ്ങനെയുള്ള സ്റ്റെനോഗ്രാഫർ അങ്ങനത്തുള്ള എക്സാമുകളും പിന്നെ റെയിൽവേ അറിയായിരിക്കും. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് അറിയുന്നത്. അപ്പൊ ഈ അങ്ങനെ പ്രധാനപ്പെട്ട ഒരു 11 എക്സാംസിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നിലും ഡീറ്റെയിൽ ആയിട്ട് ഓരോ എക്സാമും എങ്ങനെയാണ്, എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. നമുക്ക് തുടങ്ങാം. അപ്പോൾ CGL, CHSL സബ്ജക്റ്റ് വൈസ് സിലബസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കോമൺ സിലബസ് ആണ് ഇവിടെ പറയുന്നത്. കോമൺ സിലബസ് എന്താണ്? എല്ലാത്തിന്റെ ഫൗണ്ടേഷൻ ആണ്. പിന്നെ അവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ വേണ്ടുന്നതാണെങ്കിൽ അത് വേണം. പക്ഷേ കോമൺ ആയിട്ടുള്ള ഫൗണ്ടേഷൻ സിലബസ് ഇതാണ് പറയുന്നത്. ഇപ്പോൾ മാത്സ്, അരിത്തമെറ്റിക് ഇതേ ടോപ്പിക്കുകൾ, അഡ്വാൻസ് മാത്സ് ഇതേ ടോപ്പിക്കുകൾ, DA ഇതൊക്കെ തന്നെയാണ് നമ്മൾ SSC CGL ലെവലിൽ പഠിക്കുന്നത്, അല്ലെങ്കിൽ SSCക്ക് പഠിക്കുന്നത്. ഇംഗ്ലീഷിൽ ഗ്രാമർ, വൊക്കാബുലറി, കോംപ്രിഹെൻഷൻ സെയിം സാധനം തന്നെയാണ്. അതുപോലെ ഇന്റലിജൻസ്, വെർബലും നോൺ വെർബലും, ഇത് കുറച്ചുകൂടെ റെയിൽവേ വരും. പിന്നെ ഒരു വ്യത്യാസം ഈ IBPS എക്സാം നടത്തുമ്പോഴാണ്. അത് ഞാൻ പറഞ്ഞുതരാം എന്താണ് വ്യത്യാസം എന്ന്. ഇത് GK കറണ്ട് അഫയേഴ്സ്, സ്ട്രാറ്റജിക്ക്, ജനറൽ സ്റ്റഡീസ്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. പക്ഷേ ഓവറോൾ ഇത് തന്നെയാണ് ഫൗണ്ടേഷണൽ. ഈ പറയാൻ പോകുന്ന 11 എക്സാംസിന്റെയും ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, കമ്പ്യൂട്ടർ നോളജ്. ചില എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ CGL ലെവലിൽ പഠിക്കുന്ന, അല്ലെങ്കിൽ CHSLന്റെ മെയിൻസിൽ പഠിക്കുന്ന അതേ കമ്പ്യൂട്ടർ ലെവലിലാണ്. ഇത്രയാണ് അതിന്റെ സിലബസ്. നിങ്ങൾക്ക് സ്പെസിഫിക് സിലബസ് എടുത്ത് തന്നെ പഠിക്കുകയും ചെയ്യാം. അപ്പൊ ആദ്യത്തെ എക്സാം ഇന്റലിജൻസ് ബ്യൂറോ, IBയിലെ ACIOയും സെക്യൂരിറ്റി അസിസ്റ്റന്റ്. ഇത് അത്യാവശ്യം കുറച്ച് ആൾക്കാർക്ക് അറിയാം. ACIO എക്സാം നമ്മൾ കണ്ടതാണ്. സെക്യൂരിറ്റി അസിസ്റ്റന്റ് എക്സാം തന്നെയാണ്. അപ്പൊ ഇതിന് ഏകദേശം സിലബസ്, ഫൗണ്ടേഷണൽ സിലബസ് SSCയുടെ സിലബസ് തന്നെയാണ്. പിന്നെ എക്സ്ട്രാ ആയിട്ട് ചിലതിന് ഇന്റർവ്യൂ ഉണ്ട്, ചിലതിന് ട്രാൻസ്ലേഷൻ, അടുത്തൊരു Tier 2 ഉണ്ട്. ഫൗണ്ടേഷണൽ സിലബസ് മേളിൽ പറഞ്ഞു തന്നെയാണ്. അപ്പൊ അതിന്റെ പോസ്റ്റുകളാണ് അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ, അതാണ് ACIO എന്ന് പറയുന്നത്. പിന്നെ സെക്യൂരിറ്റി അസിസ്റ്റന്റ് കഴിഞ്ഞ പ്രാവശ്യം ഒരു 6 മാസം മുമ്പ് അതിന്റെ റിസൾട്ട് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ MTS ഉണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യുന്നത് എന്താണ്? ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ സൈറ്റിലാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ എല്ലാ അപ്ഡേറ്റ്സും വരുന്ന ടെലിഗ്രാം ചാനലുകളൊക്കെ ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് എടുക്കാം. നിങ്ങൾക്ക് അങ്ങനെയുള്ള ടെലിഗ്രാം ചാനൽ നോട്ടിഫിക്കേഷൻ, എക്സാം നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് എല്ലാ എക്സാംസും വരുന്ന ചാനലുകളുണ്ട്, ടെലിഗ്രാം ചാനലുകളുണ്ട്. അപ്പോൾ അതിന്റെ സിലബസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ACIയുടെ സിലബസ് Tier 1 GK 20 ക്വസ്റ്റ്യൻ, മാത്സ് 20 ക്വസ്റ്റ്യൻ, നമ്മുടെ റീസണിങ് 20 ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് ലാംഗ്വേജ് 20 ക്വസ്റ്റ്യൻ, ജനറൽ സ്റ്റഡീസ് 20 ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ACIOയിൽ Tier 2 ഡിസ്ക്രിപ്റ്റീവ് എക്സാം ഉണ്ട്, SA, പ്രസി, അതുപോലെ കോംപ്രിഹെൻഷൻ ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്. Tier 1 സിലബസ് എന്താണ്? ഏകദേശം സെയിം തന്നെയാണ്. അടുത്ത നമ്മുടെ EPFOയിൽ സോഷ്യൽ സെക്യൂരിറ്റി അസിസ്റ്റന്റ് SSA എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫർ എന്ന് പറഞ്ഞ പരീക്ഷയും എന്തുണ്ട്? EPFOയിലുണ്ട്. അപ്പോൾ ഇത് EPFOയുടെ അല്ലെങ്കിൽ നാഷണൽ NTA ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വഴി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ സിലബസ് എന്ത് തന്നെയാണ്? ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, അതായത് മാത്സ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് നമ്മുടെ റീസണിങ് ആയിരിക്കും, ജനറൽ നോളജും ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ ജനറൽ ഇംഗ്ലീഷ് വിത്ത് കോംപ്രിഹെൻഷൻ. അത് കുറച്ച് ലെവൽ മാറുന്നേ ഉള്ളൂ. കമ്പ്യൂട്ടർ ലിറ്ററസി ഉണ്ട്. ഇംഗ്ലീഷ് ആണ് ഹയർ വെയിറ്റേജ് ഉള്ളത്. ഒരു ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ട്. ഓക്കെ, അത് സ്റ്റെനോഗ്രാഫർ ആയതുകൊണ്ട് സെക്യൂരിറ്റി അസിസ്റ്റന്റിനും ഉണ്ട്. പിന്നെ അത് ഇംഗ്ലീഷ് എന്താണ്? 50 ക്വസ്റ്റ്യൻ ഉണ്ട്. കുറച്ച് സീരിയസ് ആയിട്ട് ഇംഗ്ലീഷിന് വെയിറ്റേജ് ഉണ്ട്. അടുത്ത എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ അതിൽ കുറെ ടെക്നിക്കൽ ഉണ്ട്. നമ്മൾ +2 പഠിച്ച ഫിസിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് ഇതിനല്ല, ജൂനിയർ എക്സിക്യൂട്ടീവ്, കോമൺ കേഡർ. ഈ ജൂനിയർ എക്സിക്യൂട്ടീവ്, കോമൺ കേഡറിൽ എന്തില്ല നമ്മൾ പഠിക്കുന്ന സിലബസ് നോക്കി കഴിഞ്ഞാൽ ഇന്റലിജൻസ്, റീസണിങ് 40 ക്വസ്റ്റ്യൻ ഉണ്ട്, ജനറൽ അവയർനെസ് 35 ക്വസ്റ്റ്യൻ ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 40 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇനി ഇതിന്റെയൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എവിടെ നിന്ന് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് കോമ്പിനേഷൻ 35 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അത്യാവശ്യം എല്ലാത്തിനും സെയിം വെയിറ്റേജ് ആണ്. അപ്പൊ ഇതെന്താണ്? SSC CGL പാറ്റേൺ തന്നെയാണ്. ഇവിടെ എന്തില്ല? നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എയർപോർട്ട് അതോറിറ്റിയുടെ ഈ ഒരു ജൂനിയർ എക്സിക്യൂട്ടീവ്. അപ്പൊ പ്രീവിയസ് ഇയറിൽ ഇല്ല. എന്താണ്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റ് ആണ്, ജൂനിയർ എക്സിക്യൂട്ടീവ് കോമൺ കേഡർ. ഇത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു പോസ്റ്റ് നമ്മുടെ ഉണ്ട്. അടുത്ത ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, FCA. ആരോ പറഞ്ഞായിരുന്നു ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെ പറ്റി വീഡിയോ ചെയ്യാൻ. അപ്പൊ അങ്ങനെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ മാത്രമായിട്ട് വീഡിയോ ചെയ്യാൻ ഒരു ഇതില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് ഗ്രേഡ് 3. എനിക്കറിയാവുന്ന കുറച്ച് പേര് എക്സ് സർവീസ് ഒക്കെ ആയിട്ടുള്ളവർ പോയിട്ടുണ്ട്. എനിക്കറിയാവുന്ന അല്ലാതെ ബാങ്കിൽ നിന്ന് PO ആയിട്ട്, കാനറ ബാങ്കിൽ PO ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ ഇത് കിട്ടിയിട്ട് FCAയിൽ വന്ന് ജോലി ചെയ്യുന്നത് എനിക്കറിയാം, കേരളത്തിൽ തന്നെ. അപ്പൊ ഇത് FCAയുടെ അസിസ്റ്റന്റ് ഗ്രേഡ് 3 AG3 എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. ഇതും ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ്. നിങ്ങൾക്ക് ഒന്നുകിൽ ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ പരിശോധിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഓൾ ഇന്ത്യ ഇത് വരുന്ന ടെലിഗ്രാം ചാനൽസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, നോക്കട്ടെ. പറ്റുമെങ്കിൽ നമ്മുടെ
ചാനലിൽ അതിന്റെ ടെലിഗ്രാം ചാനൽ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതിനകത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ്, റീസണിങ് എബിലിറ്റി, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ ജനറൽ സ്റ്റഡീസ്, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ജനറൽ സയൻസ് അപ് ടു ക്ലാസ് 8. ഇതാണ് അവരുടെ സിലബസ് പറഞ്ഞിരിക്കുന്നത്. കറണ്ട് അഫയേഴ്സ് അങ്ങനെ 25 ക്വസ്റ്റ്യൻ നമ്മുടെ CGL സിലബസ് തന്നെ. അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, ഇത് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്, ഇത് എങ്ങനെ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് പഠിക്കാം, അല്ലെങ്കിൽ ഈ എക്സാംസിനല്ല ഈ 11 എക്സാംസിനും എങ്ങനെ സെറ്റ് ആക്കാം എന്നുള്ള കാര്യം ഞാൻ അവസാനം പറയാം. ഓക്കെ, ഇനി അടുത്തത് SPMCAL, അത് തന്നെയാണ് കറൻസി നോട്ട് പ്രസ്. അത് നമ്മൾ മുംബൈയിലുള്ള SPMCAL. അപ്പൊ അതിന്റെ പല പല ബ്രാഞ്ചുകളുണ്ട്. അപ്പൊ ഇത് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗോൾഡും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന സാധനം നമ്മൾ എന്ത് ചെയ്യും, ഇത് SPMCAL ഇവർ ഇത് ഉരുക്കിയിട്ട് ഗോൾഡ് ആക്കിയിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മുടെ SBI ബാങ്കിലോട്ട്, ഇപ്പം കസ്റ്റംസും GST ഒക്കെ പിടിക്കുന്ന സ്വർണം, എയർപോർട്ടിൽ നിന്നൊക്കെ വരുന്ന സ്വർണ്ണം ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ കൊടുത്തിട്ട് ഈ SPMCAL കൊടുത്തിട്ട് അവരാണത് എന്ത് ചെയ്യുന്നത്, എല്ലാം കൂടെ ഉരുക്കി ഒറ്റ ഇതാക്കി ഗവൺമെന്റിലോട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ കറൻസി നോട്ട് പ്രസ്, ഇതാണ് നമുക്ക് കമന്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ. അതിനകത്ത് ജൂനിയർ ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റും ഉണ്ട്, സൂപ്പർവൈസർ. ബാക്കി പോസ്റ്റുകളൊക്കെ ഉണ്ട്, അത് കുറെ ടെക്നിക്കലൊക്കെ കാണും. ഇതിൽ പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളാണ് നമ്മളുടെ സിലബസിൽ വരുന്നത്, ജൂനിയർ ഓഫീസ് അസിസ്റ്റന്റും സൂപ്പർവൈസറും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സിലബസ് ആണ്. അത് SPMCAL ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ്. GK, റീസണിങ്, മാത്സ്, ഇംഗ്ലീഷ് എല്ലാം 40 ക്വസ്റ്റ്യൻ വെച്ച്. സിലബസ് സിമിലർ ആണെങ്കിൽ IBPS ആണ് നടത്തുന്നത്. ഈ IBPS നടത്തുന്ന എക്സാമിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാങ്കിന്റെ ലെവലിലായിരിക്കും ഇതിന്റെ റീസണിങ്. GKയും റീസണിങ്ങും മാത്സും ചിലപ്പോൾ ബാങ്കിന്റെ പാറ്റേണിലായിരിക്കും. ഓക്കെ, ഇതെല്ലാം ബാങ്കിന്റെ പാറ്റേണിലായിരിക്കും. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. അതിന് എക്സ്ട്രാ ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ പാറ്റേൺ കണ്ടോ, പാറ്റേൺ വ്യത്യാസം കാണും. ഇപ്പൊ ടൈപ്പിംഗ് ടെസ്റ്റ് അവിടെ ഉണ്ട്. ഓക്കെ, ടൈപ്പിംഗ് എല്ലാത്തിനും ഇപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, ESIC കേരളത്തിലൊക്കെ ഒരുപാട് വേക്കൻസി വരാൻ ചാൻസ് ഉള്ളതാണ്. ESICയിലെ UDC കുറേ പേര് എനിക്കറിയാവുന്നവർ ESICയിൽ UDC ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ESICയിൽ ഇപ്പോൾ MTS ആയിട്ട് വർക്ക് ചെയ്യുന്ന കുട്ടികളെ എനിക്കറിയാം. അവിടുന്ന് CGL പഠിക്കുന്ന കുട്ടികളെ എനിക്കറിയാം, എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ UDC, MTS, സ്റ്റെനോഗ്രാഫർ, ESIC നല്ലൊരു ചാൻസ് ആണ്. ESICയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിന് കണ്ടോ, റീസണിങ് 25, GK 25, മാത്സ് 25, ഇംഗ്ലീഷ് സെയിം നമ്മുടെ SSCയുടെ സിലബസ് ആണ്. പ്രിലിംസിന് മെയിൻസ് എക്സാമിന് എന്താണ്, സെയിം സബ്ജക്റ്റ് ആണ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 50 വെച്ചാവും, എല്ലാം 50 വെച്ചാവും. കമ്പ്യൂട്ടർ സ്കിൽ ടെസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, UDCക്ക് വേണ്ടി കമ്പ്യൂട്ടർ സ്കിൽ ടെസ്റ്റ്, ടൈപ്പിംഗ് ടെസ്റ്റ് അത് ഉണ്ടായിരിക്കുന്നതാണ്. ഇതും നല്ലൊരു അവസരമാണ്. അടുത്തത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, ബിസിനകത്ത് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, നല്ല പോസ്റ്റാണ്. സീനിയർ സെക്രട്ടറി ടെസ്റ്റ്, ഇത് നല്ല പോസ്റ്റാണ്. രണ്ട് നല്ല പോസ്റ്റാണ്, പക്ഷേ വേക്കൻസി കുറവായിരിക്കും. വരുന്നത് നോക്കിയിരിക്കേണ്ടി വരും. BIS ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഇന്റലിജൻസ്, GK, മാത്സ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇപ്പം ASO അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറിന് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു കമ്പ്യൂട്ടർ നോളജ് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് സെയിം സിലബസിൽ വരുന്നതാണ്. അടുത്ത നമ്മുടെ NVS, KVS, നോൺ ടീച്ചിങ് പോസ്റ്റ്, നമ്മുടെ കേന്ദ്രീയ വിദ്യാലയം, നവോദയയിലൊക്കെ നോൺ ടീച്ചിങ് ആയിട്ടുള്ള അങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ക്ലർക്കാണ്, MTS. ഇത് നല്ല പോസ്റ്റുകളാണ്. NVS, KVS ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് വരുന്നത്. അപ്പോൾ സിലബസ് എന്താണ്, മെന്റൽ എബിലിറ്റി, റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, GK, കറണ്ട് അഫയേഴ്സ് കണ്ടോ, ലാംഗ്വേജ് കോമ്പറ്റൻസ്. ഇപ്പൊ ജനറൽ ഇംഗ്ലീഷ് ആൻഡ് ജനറൽ ഹിന്ദി. അപ്പൊ എനിക്കൊന്ന് ഇതിനകത്ത് ഹിന്ദി വേണം തോന്നുന്നു, ഹിന്ദി മാൻഡേറ്ററി ആണ് തോന്നുന്നു. ഈ ഒരു നവോദയ കേന്ദ്രീയ വിദ്യാലയത്തിലേക്ക് ഹിന്ദി മാൻഡേറ്ററി ആണ്. 15 മാർക്കിന് ബേസിക് നോളജ് കമ്പ്യൂട്ടർ വേണം. അപ്പം ഹിന്ദി ഈസ് ഇൻക്ലൂഡ് ആസ് ആൻ അഡീഷണൽ സബ്ജക്ട്. ഇവിടെ ഹിന്ദി ഉണ്ട്, ഹിന്ദിയുടെ പരീക്ഷ കാണും. അത് ഹിന്ദി അറിയാവുന്നവർ കുറച്ചുകൂടെ നല്ലതായിരുന്നു. DRDO സെപ്റ്റം, DRDOയുടെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റും സ്റ്റോർ അസിസ്റ്റന്റും, DRDOയുടെ പണ്ടൊരു MTS ഒക്കെ വരുമായിരുന്നു. അത് ഇടയ്ക്ക് പക്ഷേ നടത്തിയില്ല, ഇടയ്ക്ക് അവർ നോട്ടിഫിക്കേഷൻ ഇട്ടിട്ട് ആ MTS നടത്തിയില്ല. അപ്പോൾ DRDOയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് വരുന്നത്. മാത്സ്, റീസണിങ്, GK, ഇംഗ്ലീഷ് ആണ്. 75 ക്വസ്റ്റ്യൻ ഉണ്ട്, 75 മാർക്ക്. CHSL അല്ലെങ്കിൽ MTS സ്റ്റാൻഡേർഡ് ആയിരിക്കും. ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് ആണ്. ഇതാണ് DRDOയിൽ വരുന്ന. ഈ സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട് ഇത് ഇടയ്ക്ക് വിളിച്ചായിരുന്നു, ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഡൽഹി ബേസ്ഡ് ജോബ്സ് ആണ്. ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് കോർട്ട് വെബ്സൈറ്റ് വഴിയാണ് വരുന്നത്. ഇതൊക്കെ കണ്ടുപിടിക്കാനാണ് പാട്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടെയ്നിങ് JCAക്ക് വരുന്നത് ഇംഗ്ലീഷ്, GK, ജനറൽ നോളജ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ഉണ്ട്. ടൈപ്പിംഗ് ഉണ്ട്, 35 വേർഡ്സ് പെർ മിനിറ്റ്. പഴയ CHSLന്റെ സ്പീഡാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു CHSL ഇത് തന്നെയാണ്. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് കോമ്പറേഷൻ പാസേജ്, പ്രസി റൈറ്റിംഗ്, എസ്സേ റൈറ്റിംഗ് ഉണ്ട്. ഹൈ ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ടു ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി ആൻഡ് ടൈപ്പിംഗ് സ്കിൽ. അപ്പോൾ ഈ ഒരു കോർട്ടിന്റെ എല്ലാം മിക്കവാറും ഇംഗ്ലീഷ്, നമ്മുടെ അസിസ്റ്റന്റ് ഇല്ലേ, നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിനും ഇംഗ്ലീഷിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് ക്ലാസ് ലോവർ വെയിറ്റേജ്. ഓക്കെ, അടുത്ത റെയിൽവേ, നമ്മുടെ RRB. ഇത് കുഴപ്പമൊന്നുമില്ല. NTPC ഗ്രൂപ്പ് D ALP ഇത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കും. മാത്സ്, റീസണിങ്, GK. ഇംഗ്ലീഷ് ഇല്ല, RRBക്ക് ഇംഗ്ലീഷ് ഇല്ല. ജനറൽ സയൻസിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട് മറ്റേനേക്കാൾ. ഏകദേശം 11 എക്സാംസ് സിമിലർ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഈ ഒരു 11 എക്സാംസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പോൾ മൈനർ ചേഞ്ചസ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആക്ച്വൽ നോട്ടിഫിക്കേഷനകത്ത് ചെറിയ വ്യത്യാസം കാണും. ഹൗവർ എന്താ SSC സിലബസ് ഇങ്ങനെ മാത്സ്, റീസണിങ്, GK, ഇംഗ്ലീഷ് വരുന്നവർക്ക് എന്ത് ചെയ്യാം, ഈ എക്സാംസ് എല്ലാം ടാക്കിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനൊരു എക്സ്ട്രാ ഒരു ഹെൽപ്പായിട്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആരെങ്കിലും എടുത്തിട്ടില്ലെങ്കിൽ അത് എടുക്കുക. ടെക്സ്റ്റ് ബുക്ക് ആപ്ലിക്കേഷനകത്ത് അതിന്റെ പാസ് എടുക്കുക. അതിനകത്ത് ഈ എല്ലാ എക്സാംസും നിങ്ങൾ ഈ എക്സാമിന്റെ പേര്, എക്സാമിന്റെ നെയിം, ആ സെർച്ചിൽ നെയിമിൽ സെർച്ച് ചെയ്യുക.
ഈ ഒരു എക്സാമിന്റെ പേര് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോസ്റ്റ് ഓഫ് ദി എക്സാംസിന്റെ എന്ത് കിട്ടും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റും കിട്ടും. അപ്പോൾ ഏത് എക്സാം ആണോ നിങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ ഏത് എക്സാം ആണോ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന എക്സാംസ് അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് ഒക്കെ ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്യുക. ഏറ്റവും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ ഈ ഒരു SSC സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് സെറ്റാക്കാം. പിന്നെ ഒരു കാര്യം, ഈ SSC സിലബസ് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു വട്ടം വൃത്തിയായിട്ട് പഠിച്ചവർക്ക് മാത്രമേ ഇത് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് SSC സിലബസ് എങ്ങനെയാണോ അത് ഒരു വട്ടം വൃത്തിയായിട്ട് CGL ലെവലിൽ പഠിക്കും. ഒരു വട്ടം വൃത്തിയായിട്ട്. അതാണ് നമ്മളുടെ മെന്റർഷിപ്പിൽ അല്ലെങ്കിൽ ഡെയിലി ടാസ്കുകൾ ചെയ്യുന്നത്. നിങ്ങൾ ആ ഒരു 27 CGLന്റെ സ്ട്രാറ്റജി വീഡിയോ ഒന്ന് കാണുക. ആ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾ ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്ത് ആ ഒരു ഷെഡ്യൂൾ കറക്റ്റായിട്ട് തീർത്ത് കഴിഞ്ഞാൽ, അത് ജൂലൈ 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഷെഡ്യൂൾ. ജൂലൈ 1 എന്ത് ചെയ്യണം, ജൂലൈ 2 എന്ത് ചെയ്യണം, അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിപ്പോൾ പുതുതായിട്ട് വരുന്ന ഒരാൾ ജൂലൈ 1 മുതലായിരിക്കും ഉള്ള ടാസ്ക് ഡേ 1 ആയിരിക്കും നിങ്ങളുടെ. ജൂലൈ 2 ഡേ 2 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കുറച്ച് അഡ്വാൻസ് ആയിട്ട് പഠിച്ച അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കോച്ചിങ് കഴിഞ്ഞ് വന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസത്തെ ടാസ്ക് ഒരു ദിവസം ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് ഈ ടാസ്ക് കംപ്ലീറ്റ് ആക്കുന്ന ഒരാളായിരിക്കും സിലബസ് കംപ്ലീറ്റ് ആക്കി പറയുന്നത്. അതുപോലെ മാത്സിന്റെ ക്ലാസ് അങ്ങനെ ഒരു 8 മാസം സീരിയസ് ആണ്, 8 മാസം അല്ലെങ്കിൽ ഒരു വർഷം എടുക്കും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ. അങ്ങനെ പഠിച്ചു കഴിഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ഒരു എക്സാംസ് ഒക്കെ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ആപ്പ് എടുത്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആ പാറ്റേൺ ചെയ്തിട്ട് പോലെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ DFCCIL എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. DFCCIL കേരളത്തിൽ നിന്ന് കിട്ടത്തില്ല, അത് ഈ റെയിൽവേയുടെ തന്നെ പാർട്ടാണ്, സെയിം സിലബസ് ആണ്. അതും ഇതേപോലെ ടെക്സ്റ്റ് ബുക്ക് ആപ്പിൽ നിന്ന് എന്ത് ചെയ്യുന്നതാണ്, ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. അതിലും വിളിക്കാറുണ്ട് ജൂനിയർ എക്സിക്യൂട്ടീവ്, അത് ഓപ്പറേഷൻസ് ആൻഡ് BD എന്നൊക്കെ പറഞ്ഞുള്ള ഇതുണ്ട്. പക്ഷെ അത് ജോലി കുറച്ച് പ്രയാസമാണ്, നമുക്ക് നാട്ടിലൊന്നും കിട്ടത്തില്ല. അത്യാവശ്യം റെയിൽവേയുടെ ജോലി പോലെ തന്നെ അത്യാവശ്യം പണിയാണ്, സ്റ്റേഷൻ മാസ്റ്ററിന്റെ ടൈപ്പ് ജോലിയാണ് ജൂനിയർ എക്സിക്യൂട്ടീവ്. അതൊരു ചാൻസ് ആണ്. ഏകദേശം ഒരു ഐഡിയ കിട്ടി, എക്സാംസിനെ പറ്റി എന്നൊക്കെ ഒന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ സെറ്റ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിപ്പറേഷന്റെ അല്ലെങ്കിൽ മെന്റർഷിപ്പിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഡിസ്ക്രിപ്ഷനിലുള്ള നമ്മുടെ മെയിൽ അയച്ചാൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ സമയമുള്ളപ്പോൾ റിപ്ലൈ തരുന്നതായിരിക്കും. എന്തായാലും റിപ്ലൈ തരും. ഓക്കെ, അപ്പോൾ ശരി. കോഴ്സ് സെക്ഷനോട് ഒക്കെ എടുത്ത് നോക്കാം കേട്ടോ. കോഴ്സ് സെക്ഷൻ, നമ്മുടെ പ്ലേലിസ്റ്റ് സെക്ഷൻ ഒക്കെ എടുത്ത് നോക്കുക. കോഴ്സ് സെക്ഷനിൽ നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം കാണാൻ പറ്റും. കംപ്ലീറ്റ് സാധനം ഇതിനകത്തുണ്ട്. സീരിയസ് ആയിട്ടുള്ളവർക്ക് കംപ്ലീറ്റ് സാധനം ഇതിനകത്തുണ്ട്.